നമസ്കാരം. VMTV ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ഒന്നിക്കുന്ന അതിമനോഹരമായ ഒരു കാഴ്ചയാണ് കൊല്ലത്ത് നിന്നും വരുന്നത്. വെളിയം പഞ്ചായത്തും ഉമ്മന്നൂർ ഗ്രാമപഞ്ചായത്തും ചേർന്ന് നടപ്പിലാക്കുന്ന നാട്ടുകാരുടെ ചിരകാല സ്വപ്നമായ റോഡ് നിർമ്മാണത്തിന്റെ കാഴ്ചകളാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ബിലു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കടക്കാം. ഇപ്പോൾ ഉള്ളത് ഉമ്മന്നൂർ പഞ്ചായത്തിലാണ്. രണ്ട് പഞ്ചായത്തുകൾ തമ്മിൽ ഒന്നാകാൻ പോകുന്ന, രണ്ട് പഞ്ചായത്തുകളുടെ വഴികൾ തമ്മിൽ ഒന്നാകാൻ പോകുന്ന ഒരു അത്യപൂർവ്വ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഈ വഴികൾ തമ്മിൽ ഒന്നാകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. വർഷങ്ങളായിട്ടുള്ള ചിരകാലമായിട്ടുള്ള മോഹമാണ് ഈ നാട്ടുകാരുടെ. ഈ നാട്ടുകാരൊക്കെ തന്നെ എൻ്റെ കൂടെയുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള സാറിൻ്റെ പേരെങ്ങനെ? പ്രശാന്ത് സാറാണ് ഇപ്പോൾ കൂടെയുള്ളത്. സാർ, എന്താണ് ഈ വഴി ഇങ്ങനെ ഒന്നാകാൻ പോകുന്നത്? എന്താണ് ഇവിടുത്തെ ഈ ഒരു പുതിയ തീരുമാനത്തിൻ്റെ ഉദ്ദേശം? എൻ്റെ പേര് ആർ പ്രശാന്ത്, വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഇത് നമ്മളിവിടെ നിൽക്കുന്നത് വെളിയം പഞ്ചായത്തും ഉമ്മന്നൂർ പഞ്ചായത്തോടെ ചേരുന്ന സ്ഥലത്താണ്. ഇവിടെ വർഷങ്ങളായിട്ട് രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള റോഡിൻ്റെ പരിശ്രമം നടന്നു വരികയാണ്. പല കാരണങ്ങളാൽ ആ റോഡ് പോകാതെ പോയി. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത്, ഈ കൊട്ടാരക്കര വഴി ചെപ്പറ വരുന്ന റോഡ് ആദ്യത്തിൻ്റെ സർവേ നടത്തിയത് ഈ സ്പോട്ടിലൂടെയാണ്. അന്ന് ഇവിടെ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ തന്നെ തോന്നി പ്രഭുക്കളായിട്ടുള്ള ആളുകളായിരുന്നു. അന്നേരം അന്നത്തെ ഒരു കൺസെപ്റ്റ്, ഈ റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ കള്ളന്മാർ കിടന്നു വരും എന്നുള്ള രീതിയിൽ ഇവിടെ പായഞ്ചന്ദ്ര ആങ്കോച്ചേട്ടനൊക്കെ അറിയാം. അങ്ങനെ ഒരു ഇത് പറഞ്ഞ് അങ്ങനെ വേറെ അവർ തന്നെ ഇടപെട്ട് വേറെ വഴി കൊടുത്ത് അപ്പുറത്തൂടെ പോയി എന്നാണ് പറയുന്നത്. എന്തായാലും ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പരിശ്രമിക്കുന്നതാണ് ഈ പിണറ്റുംമൂട് നിന്ന് ചെപ്പറ ജംഗ്ഷനിൽ വന്ന് ചേരുന്ന ഈ റോഡ് ഒന്ന് ബന്ധിപ്പിക്കുന്നതിന്. പല കാരണങ്ങൾ, പല പ്രാവശ്യം ഇലയിലൂടെ കുറ്റിയടിച്ച്, സൈഡൊക്കെ കുറ്റിയടിച്ച് വഴി വെട്ടുന്ന ഘട്ടം വരുമ്പോൾ പല കാരണങ്ങളാൽ നടക്കാതെ പോയി. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു പറ്റം ചെറുപ്പക്കാരും നാട്ടുകാരും ഈ നമ്മുടെ ഈ വസ്തു വിട്ടു തരുന്ന ഭൂവുടമകളും എല്ലാം കൂടെ ഒരു മനസ്സോടെ ഞങ്ങളെയൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ വെളിയം പഞ്ചായത്ത് പ്രസിഡന്റ്, ഇത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, CPMൻ്റെ LC സെക്രട്ടറിയാണ്. ഇത് ഉമ്മന്നൂർ പഞ്ചായത്ത് മെമ്പർ, ഈ വാർഡിലെ തൊട്ടടുത്ത വാർഡിലെ മെമ്പറാണ്. അന്നേരം ബാക്കി ഇവിടെ പൊതുപ്രവർത്തകർ ആണ് നിൽക്കുന്നത്. എല്ലാം ഇവിടെ വെളിയം റീജിയണൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ് ഹരിലാൽ. അന്നേരം എല്ലാവരും കൂടെ വന്ന് ഞങ്ങളെ കാണുകയും വഴിക്ക് ഇതിനു വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞു. വലിയ പരിശ്രമം എല്ലാവരും കൂടെ കൂടി നടത്തി, നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാവരും കൂടെ നടത്തുകയും അതിന് നാട്ടുകാരുടെ വലിയ സഹായത്തോടു കൂടി ഇന്ന് ഈ റോഡ് നമ്മൾ ഈ ഉമ്മന്നൂർ പഞ്ചായത്തുമായിട്ട്, ഇപ്പോൾ ഇവിടെ വെളിയം പഞ്ചായത്താണ്, ഉമ്മന്നൂർ പഞ്ചായത്തുമായിട്ട് യോജിപ്പിക്കാൻ പോവുകയാണ്. അതിനൊരു കാൽഭാഗം രാവിലെ പണി തുടങ്ങിയതാണ് വെട്ടി. ഇത് ഇവിടെ പറയുമ്പോൾ ഇവിടെ രണ്ട് പ്രശസ്തമായ ഞങ്ങളുടെ നാട്ടിലെ ക്ഷേത്രങ്ങൾ, ഒന്ന് ഏറത്തുടയൻകാവ്, അതേപോലെ തിരുവട്ടൂർ ക്ഷേത്രം. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനെ കൊണ്ട് സാധിക്കത്തില്ല, വലിയ പാടശേഖരങ്ങളാണ്. ഇതിനിടയ്ക്കൂടെ ഒന്നാമത് ഈ കൃഷി തെങ്ങൊക്കെ അല്ല ഈ നെൽകൃഷി പോയതോടുകൂടി നമുക്ക് വരമ്പൊന്നും കോരി വെക്കുന്നില്ല. അങ്ങനെ പോകാൻ പറ്റാത്ത വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു 18-19 വീടുള്ള ഒരു കോളനി സങ്കേതമുണ്ട്. ഒരു കോളനി, ചെപ്ര കോളനി, വേടർ കോളനി എന്ന് പറയുന്നൊരു കോളനിയുണ്ട്. അവരൊക്കെ തന്നെ കാലാകാലങ്ങളായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തട്ടെ എന്ന് വിചാരിച്ചാണ് ഇന്ന് ഇത് എല്ലാവരും കൂടെ സമ്മതിക്കുകയും ഞങ്ങൾ സന്തോഷത്തോടുകൂടി ആ റോഡ് വിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അത് ഞങ്ങൾ ഉമ്മന്നൂർ പഞ്ചായത്തും വെളിയം പഞ്ചായത്തോടെ ചേർന്ന് ഇതിൻ്റെ പണി ദ്രുതഗതിയിൽ പൂർത്തിയാക്കി. ഇതൊക്കെ ഈ നാടിൻ്റെ പോച്ചായി തന്നെ ഇത് കണക്ട് ചെയ്ത് റോഡ് ആയായിരുന്നെങ്കിൽ മാറി. ഞാനിവിടെ 3 പ്രാവശ്യം ജനപ്രതി, 5-6 പ്രാവശ്യം ജനപ്രതിയായ ആളാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റൊക്കെ പല പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. എന്നാൽ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് വലിയ മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇപ്പോൾ നമ്മൾ ടോക്കണായിട്ട് ഒരു 5 മീറ്റർ വെച്ച് റോഡ് വെട്ടുന്നു. ബാക്കി തുടർന്ന് കിലോമീറ്റർ ദൈർഘ്യം ഉണ്ടാവും. അല്ല, ഇത് റോഡ് വലിയ ദൈർഘ്യമുള്ളതാണ്. എന്നാൽ ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്ന ഒരു 500 മീറ്ററാണ്. 500 മീറ്റർ കണക്ട് ചെയ്താൽ റോഡ് അപ്പുറം ഇപ്പുറം വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് കാവിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഒരു 500 മീറ്റർ കണക്ട് ചെയ്യുമ്പോൾ മറ്റ് റോഡുകളുമായി ബന്ധപ്പെടും. അങ്ങനെ ഇതിപ്പോൾ റോഡ് വെട്ടി പോവുകയാണ്. ഇടയ്ക്കൊക്കെ ഇവിടെ എനിക്കോട്ട് വരുന്നിടത്ത് കാവിൻ്റെ അവിടെ ഒരു പാലം വേണം, കലങ്ങൾ വേണം. അത് എന്തൊക്കെ വേണോ അതൊക്കെ തന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഇത് സ്ഥലം എല്ലാം അക്യൂർ ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ലാൻഡ് അക്യൂർ ചെയ്ത് തന്ന് എല്ലാവർക്കും. ഇനിയിപ്പോൾ ഉടനെ തന്നെ ആസ്തിയിൽപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഇന്ന് കഴിഞ്ഞാൽ നാളെ തന്നെ അതിൻ്റെ പ്രപ്പോസൽ കൊടുത്തുകൊണ്ട് ആസ്തിയിൽ ഇത് ചെയ്തുകൊണ്ട് അതിൻ്റെ ബാക്കി തുടർ പ്രവർത്തനങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. വലിയ മാറ്റമാണ് ഈ ചെപ്പറ മേഖലയിൽ, തിരുവട്ടൂർ മുതൽ ഇങ്ങോട്ട് ഇവിടെ വടക്കേക്കോണം എന്ന് പറയുന്ന ഞങ്ങളുടെ ചെപ്പറ ജംഗ്ഷൻ വരെ ഉണ്ടാകുന്നത്. വലിയ സന്തോഷമുണ്ട് ഇതിന് വന്ന് പങ്കാളിയാവാൻ സാധിച്ചത്. നമ്മുടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. അത് മാത്രമല്ല, ഒരു 2 പഞ്ചായത്തുകൾ തമ്മിൽ ഒന്നാകാൻ പോകുന്ന ഒരു അത്യപൂർവമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒരു വികസനം നമുക്കറിയാം. റോഡുകൾ എന്ന്
പറഞ്ഞു കഴിഞ്ഞാലാണ് ഒരു വികസനത്തിൻ്റെ, ഒരു നാടിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിച്ഛായ തന്നെ റോഡുകളാണ്. അപ്പോൾ ആ റോഡുകൾ വരുന്നതോട് കൂടിയിട്ട് ഈ പ്രദേശം ആകെ തന്നെ മാറും. 2 പഞ്ചായത്തുകൾ ഒന്നാകാൻ പോകുന്നൊരു അത്യപൂർവമായിട്ടുള്ള കാഴ്ചയാണ്. ഈ നാട്ടുകാരൊക്കെ തന്നെ അവരുടെ ചിരകാലമായിട്ടുള്ളൊരു മോഹമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പൂവണിയുന്നത്, അല്ലേ? ആണല്ലേ. എത്ര നാളായി ഈ ഒരു ആഗ്രഹവും കൊണ്ട് നടക്കുന്നു മനസ്സിൽ? 53 വർഷമായി. 53 വർഷമായി. അന്ന് മുതലേ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നു, പരിശ്രമിക്കുന്നു. യാത്ര തടസ്സം ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ഇവിടുന്ന്? എങ്ങനെയായിരുന്നു അപ്പച്ചൻ എങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത് വഴിയിലോട്ടൊക്കെ? ഇതുവഴി അവിടെ എത്തണമെങ്കിൽ എങ്ങനെ പോകുമായിരുന്നു? അങ്ങനെ വയലിൻ്റെ പറമ്പേ പോകുമായിരുന്നു. ഒരുപാട് നടന്നു. ഇനിയിപ്പോൾ ആ നടക്ക് ഈസി ആക്കാം, അല്ലേ? ഇതിലേ പോകാം. ഓക്കെ. ഒന്നിച്ചാലേ നല്ലത്. നടക്കാനൊക്കെ ഇറങ്ങാറുണ്ടോ ഇപ്പോഴും? ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് രാവിലെ പ്രഭാത സവാരിക്ക് ഇതിലേക്കൂടെയൊക്കെ പോകാമല്ലോ, അല്ലേ? പോകാം. ഓക്കെ. ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. ഒരു 50 വർഷത്തോളമായിട്ട് 50 വർഷം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. പല പ്രാവശ്യവും ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ. ഒരുപാട് ഭരണാധികാരികളോടൊക്കെ അദ്ദേഹം ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിവേദനങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാടിൻ്റെ പ്രതിച്ഛായ തന്നെ മാറാൻ പോകുന്ന വലിയൊരു വികസന പദ്ധതിക്കാണ് ഈ ജനങ്ങൾ മുഴുവൻ തന്നെ സാക്ഷിയാകുന്നത്. ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. അപ്പോൾ നമുക്ക് എല്ലാവരോടും ചോദിക്കാം, അല്ലേ? എങ്ങനെയുണ്ട്? എന്താണ്? ഇത് രഞ്ജിത്ത് എന്നാണ്. BJPയുടെ കൊട്ടാരക്കര നിയോജകമണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ചെപ്ര വാർഡിലെ ആദ്യത്തെ റോഡാണ് ഈ വന്നിരിക്കുന്ന റോഡ്. ഇവിടെ വന്നിരിക്കുക. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ റോഡ് കൂട്ടിമുട്ടിക്കാൻ സാധിക്കായിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ 53 വർഷത്തോളമായി ഇവിടെ വഴിയില്ല, സൗകര്യമില്ല, അപ്പുറം ഇപ്പുറം 2 അമ്പലങ്ങളുണ്ട്. അവർക്ക് ആർക്കും വരാം. 2 സത്യം പറഞ്ഞാൽ ഒരു അതിർത്തി പോലെ ആയിപ്പോയായിരുന്നു. ആർക്കും അങ്ങോട്ടും ഇവിടും പോകാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നു. എന്തായാലും ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പ്രയത്നം കൊണ്ട് വളരെ നല്ല രീതിയിൽ റോഡ് ആക്കിയെടുക്കാൻ ഇപ്പോൾ 2 പഞ്ചായത്തുകാർ ഒന്നിച്ചിരിക്കുന്നുണ്ട്. റോഡാക്കി മാറ്റി വെച്ചിട്ട് ടാസ്ക് ആണെന്ന് തോന്നുന്നു. അതെ. അപ്പോൾ എല്ലാവരും ഒന്നിച്ച്, ഞങ്ങൾക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പം ഇപ്പോൾ 2 പഞ്ചായത്തുകളും, മുന്നു പഞ്ചായത്തും, ഇപ്പോൾ എല്ലാ പഞ്ചായത്തുകളും ഒന്നിച്ചുകൊണ്ട്, ജനങ്ങളെല്ലാവരും ഒന്നിച്ചുകൊണ്ട്, ഇപ്പോൾ എടുത്ത് പറയാൻ വിശാഖനൊക്കെ അതിൻ്റെ കുറേ നാളുകൊണ്ട് അങ്ങോട്ട് മാറിപ്പോൾ എല്ലാവരും ഉൾപ്പെടെ വളരെ എല്ലാവരുടെയും ഒരു ഒത്തൊരുമയുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഈ റോഡ് ഇവിടെ എത്താൻ സാധിച്ചത്. അതുകൊണ്ട് നാട്ടുകാരെല്ലാം ഒന്നിച്ചുകൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷം. റോഡ് വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വഴിയൊക്കെ വിട്ട് നൽകിയ ഒരാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ എത്രത്തോളം സ്ഥലം വിട്ടുകൊടുത്തു? ഏകദേശം 12 സെൻറ്റിനോളം 12 സെൻറ്റോളം വിട്ടുകൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഫ്യൂച്ചറിൽ ഇതിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ. ഇന്നത്തെ കാലത്ത് 1 സെൻറ്റ് പോലും വിട്ടുകൊടുക്കാതെ അടികൂടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ, കല്ലൊക്കെ മാറ്റിയിട്ട് അടികൂടുന്ന സമയത്താണ് 12 സെൻറ്റോളമാണ് അദ്ദേഹം വിട്ടുകൊടുത്തിരിക്കുന്നത്. എത്ര കൊടുത്തു? 20 സെൻറ്റോളം. 20 സെൻറ്റോളം ഉണ്ട്. ഓക്കെ. എത്രയാ? 10 സെൻറ്റ് വരും. ആണോ? ഓക്കെ. എല്ലാം വലിയ ഇവരുടെയൊക്കെ ആസ്തികളുടെ, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തലമുറകൾ അനുഭവിക്കേണ്ട ആസ്തികളുടെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ് 20 സെൻറ്റ്, 12 സെൻറ്റ്, 15 സെൻറ്റ്. ചെറിയ തുകകളല്ല അതൊന്നും. അത് തുകയ്ക്ക് വരുന്നതല്ല. എന്നിട്ട് പോലും അവർ ആ വിട്ടുകൊടുത്തിരിക്കുന്ന ഒരു നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. എത്ര നന്മയുള്ള മനുഷ്യരാണല്ലേ. പിന്നെ ഈ നാട്ടിലെ നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരിയായിട്ടുള്ള മെമ്പറാണ് ഇവിടെ കൂടെയുള്ളത്. ചേച്ചി, എന്താ വിശേഷം? ഞങ്ങളുടെ നാടിൻ്റെ ഒരു ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ നാടും നാട്ടാരും. പക്ഷേ ഇതിൽ എനിക്ക് ഇവിടെ അമ്മാവൻ പറഞ്ഞതുപോലെ 53 വർഷക്കാലമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാത്രാ ദുരന്തത്തിനൊരു വിരാമം കുറിക്കുകയാണ് ഈ ഒരു റോഡിലൂടെ. നമ്മുടെ ഉമ്മന്നൂർ പഞ്ചായത്തിൻ്റെയും വെളിയം പഞ്ചായത്തിൻ്റെയും ആളുകൾക്ക് അവരുടെ യാത്രാ സൗകര്യം വളരെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഒരു വേടർ സമുദായത്തിൻ്റെ ഒരു കോളനിയുണ്ട്. ആ കോളനിയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അവർക്ക് റേഷൻ കടയിൽ പോകാനായാലും, സ്കൂളുകളിൽ പോകാനായാലും, ഹോസ്പിറ്റലായാലും, പഞ്ചായത്തായാലും എല്ലാം ആശ്രയിക്കുന്ന ഈ ഒരു വഴിയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് അവർക്കാണ്. കാരണം അവർ സാധാരണക്കാരാണ്. മറ്റുള്ളവർക്ക് പൈസ കൊടുത്ത് വണ്ടി വിളിച്ചൊക്കെ പോയി മേടിക്കും. ഇവർ ഇവിടെ 1/2 കിലോമീറ്റർ നടക്കുന്നതിന് 3-4 കിലോമീറ്റർ ഓട്ടോക്കൂലി ചുറ്റിയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ആ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങളുടെ 2 ക്ഷേത്രങ്ങൾ, ഇവിടെ മഹാദേവർ ക്ഷേത്രവും അവിടെ ഭദ്രകാളി ക്ഷേത്രവും, ഈ ക്ഷേത്രങ്ങൾ തമ്മിൽ ഒന്നിക്കുമ്പോൾ ഇവിടുത്തെ വിശ്വാസികൾ അതിൻ്റെ ഒരു ഐശ്വര്യം ഈ നാടിന് തന്നെ ഉണ്ടാവാൻ പോവുകയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നോടൊപ്പം പ്രയത്നിച്ചത് ഈ നാട്ടുകാരനായ വിശ്വനാഥ അണ്ണനും, അതുപോലെ സുബിൻ, അനന്തു, പക്കു, അതുപോലെ തന്നെ നമ്മുടെ സണ്ണിസഖാവ്, ഇവിടുത്തെ മുൻ പ്രസിഡൻറ്റും പിന്നെ ഇപ്പോഴത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായ ശൈലജ ചേച്ചി, ഏറ്റവും പ്രിയങ്കരനായ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സെക്രട്ടറി ഹരിലാൽ, അതുപോലെ ഇവിടുത്തെ പൊതുപ്രവർത്തകരെല്ലാവരും. ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അഖിൽ
രാഘവമാവൻ, മുരളിയണ്ണൻ, അതുപോലെ നമ്മുടെ ഇവിടുത്തെ ഒരു സന്തോഷണ്ണൻ, മണിക്കുട്ടണ്ണൻ, അതുപോലെ വസ്തു വിട്ടു തന്ന മുഴുവൻ പേർക്കുമാണ് നന്ദി പറയേണ്ടത്. കാരണം എല്ലാവരുടെയും ഒരു ചിരകാല സ്വപ്നം, പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു ഈ റോഡ് ഇവിടെ വരുന്നതിന്. പക്ഷേ ഞങ്ങൾ നേരിട്ടിറങ്ങി എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയാണ്. അതാണ് ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യം, ഒരു ചരിത്ര നേട്ടമാണ് ഞങ്ങളുടെ ചെപ്ര നാടിൻ്റെയും ചെപ്ര തിരുവട്ടൂർ റോഡുകൾ തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഈ 2 പഞ്ചായത്തിലും ഒരു ചരിത്ര നേട്ടമാണ് ഉണ്ടാകുന്നത്. എൻ്റെ വീടും വസ്തുവും പൂർണ്ണ സമ്മതത്തോടെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിൽ എല്ലാവരും എന്നെ സഹായിക്കണം. 21-ലാണ് ചോളമണ്ഡലം ബ്രാഞ്ചിൽ നിന്ന് 25 ലക്ഷം രൂപ ലോണെടുത്ത് വീട് വെച്ചത്. അന്നിട്ട് അടയ്ക്കാൻ കുറച്ച് പറ്റുമായിരുന്നു. പിന്നീടുള്ള എൻ്റെ അസുഖങ്ങൾ തുടർന്നും തോനെ മുടക്കമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനൊരു ടോക്കൺ എടുക്കുക. ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളായി ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഈ കോൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ വെളിയത്തു നിന്നുമാണ്. സമാനമായ രീതിയിൽ വീടും പുരയിടവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന രീതി, ഇതുമായി ബന്ധപ്പെട്ട് ഈ നിരവധി തവണ ഞങ്ങളോട് ഈ രാജീവ് പ്രദീപ് ദമ്പതികൾ ബന്ധപ്പെടുകയുണ്ടായി. അവരുടെ വിഷമങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഏത് അവസ്ഥയിലാണ് അവർ നിൽക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഞങ്ങൾ 2021-ലാണ് ചോളമണ്ഡലം ബ്രാഞ്ചിൽ നിന്ന് 25 ലക്ഷം രൂപ ലോണെടുത്ത് വീട് വെച്ചത്. അന്നിട്ട് അടയ്ക്കാൻ കുറച്ച് പറ്റുമായിരുന്നു. പിന്നീടുള്ള എൻ്റെ അസുഖങ്ങൾ തുടർന്നും തോനെ മുടക്കമൊന്നും ഉണ്ടായിരുന്നില്ല. 1-1.5 ലക്ഷം രൂപയുടെ മുടക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്ന് പറയുന്ന ഒരു ആളുടെ വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്ത കണ്ടപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് ചെയ്ത് എങ്ങനെയെങ്കിലും ഈ കടക്കാരുടെ കടം തീർക്കണ ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ തന്നെ VMTVയും ഇത്തരത്തിലുള്ള ഇതേപോലെ ദുരിതം അനുഭവിക്കുന്നവർക്കും രോഗം അനുഭവിക്കുന്നവർക്കൊക്കെ തന്നെ നിരവധി സഹായങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചേച്ചിയുടെ ഒരു അവസ്ഥ നമ്മുടെ മാന്യ പ്രേക്ഷകർ കണ്ടില്ല എന്ന് നടിക്കരുത്. ടോക്കണിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്ത് എൻ്റെ വീടും വസ്തുവും അതിൽ ഒരാൾക്ക് എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അതിൽ എല്ലാവരും എന്നെ സഹായിക്കണം. എൻ്റെ ഈ ടോക്കണിൽ നിന്ന് എല്ലാവരും എടുക്കണം. സംരക്ഷിക്കുന്നതിനുള്ള അവരുടെ ജപ്തി നടപടികൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഈ ട്രസ്റ്റ് ഒരു ആശ്രയ സമ്മാന പെരുമഴ എന്ന നിലയിൽ ഒരു 1000 രൂപയുടെ 10,000 പേരെ കൊണ്ട് ടോക്കൺ എടുത്തുകൊണ്ട് അത് പൊതുവിൽ നറുക്കെടുപ്പിലൂടെ ഈ കടബാധ്യത തീർക്കുന്നതിനും അവരുടെ തന്നെ പാവങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതി നമ്മുടെ പ്രദേശത്തുള്ള ചില വീടുകൾ കൂടി ഉൾപ്പെടുത്താം എന്നും അവർ സമ്മതിച്ചിട്ടുണ്ട്. ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയിൽ എല്ലാ പ്രിയപ്പെട്ടവരും പങ്കാളികളായി ഈ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനുള്ള നിലപാട് സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ കൊല്ലം ജില്ലയിലുള്ള വെളിയം എന്ന സ്ഥലത്ത് ഈ അമ്മയുടെ വീട്ടിൽ വരികയും ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് നമ്മളെ ട്രസ്റ്റ് ഏറ്റെടുത്ത് ഓരോരുത്തർക്കും 1000 രൂപ ടോക്കണിൽ നിന്ന് ഉൾപ്പെടെ സമാഹരിച്ചു 10,000 ടോക്കൺ ഇടുകയും അത് നമ്മളെ ഇവിടുത്തെ മെമ്പറാണ് ഇരിക്കുന്നത്. മെമ്പർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ മറ്റ് നേതാക്കളെ ഉൾപ്പെടുത്തി ഇവിടെയുള്ള തന്നെ ഒരു 2-3 പേർക്ക് നമുക്ക് പറ്റുന്ന വീടായിട്ടും അങ്ങനെയുള്ള സഹായവും കൂടെ ചെയ്ത് ഞങ്ങൾ ഈ ഒരു പരിപാടി നടത്തുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യഘട്ടമായി ട്രസ്റ്റിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനൊരു ടോക്കൺ എടുക്കുക. 1000 രൂപ സെൻഡ് ചെയ്ത് ആദ്യത്തെ 1-ാം നമ്പർ ടോക്കൺ നമ്മൾ ഇങ്ങനെ ടോക്കനാണ് ചെയ്യുന്നത്. 1-ാം നമ്പർ ടോക്കൺ നമ്മൾ ആ ബോക്സിൽ നമ്പർ നിക്ഷേപിക്കുന്നു. അപ്പൊ ഇതേപോലെ 10,000 ടോക്കൺ ആവുമ്പോൾ ഇതിൽ നിന്ന് ഞങ്ങൾ ഒരാളിനെ തിരഞ്ഞെടുക്കുകയും അവർക്ക് ആ ഒരു വസ്തു എഴുതി കൊടുക്കുകയും ചെയ്യും. ആകെ അവരുടെ ജീവിതത്തിൽ അവരുണ്ടാക്കിയ ഒരു വസ്തുവാണ്. അപ്പൊ ഈ ഒരു വസ്തു വാങ്ങുന്നതോടൊപ്പം അവർക്ക് എന്തെങ്കിലും ഒരു വീട് വാങ്ങാനുള്ളൊരു സജ്ജീകരണവും ഈ ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾ ഓരോരുത്തരും ടോക്കൺ എടുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ ചേച്ചിയെ
പരമാവധി നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും അതോടൊപ്പം തന്നെ VMTV ന്യൂസിന്റെയും പ്രേക്ഷകർ കണ്ട് സഹായിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങളും പ്രത്യാശിക്കുന്നത്. വാളയാർ കേസിൽ മാതാപിതാക്കൾ പ്രതികളായതോടുകൂടി കേസ് വഴിത്തിരിവിലേക്ക് പോവുകയാണ്. കേസിന്റെ തുടക്കം മുതൽ അമ്മയുടെയും രണ്ടാനച്ഛന്റെയും പങ്ക് വ്യക്തമായിരുന്നു. കേസിന്റെ നാൾ വഴികളിലേക്ക് ഞങ്ങളുടെ റിപ്പോർട്ടർ തയ്യാറാക്കിയ വിശദാംശങ്ങളിലേക്ക് കടക്കാം. വാളയാറിൽ 2 പെൺകുട്ടികളുടെ മരണത്തിനിടയാക്കിയ ലൈംഗിക പീഡന കേസിൽ CBI കുറ്റപത്രം കുട്ടികളുടെ അമ്മയെയും രണ്ടാനച്ഛനെയും പ്രതികളാക്കിയതോടെ ഈ കേസ് വഴിത്തിരിവിലായിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതികളെ വെറുതെ വിട്ടത് വലിയ വിവാദമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ അമ്മ വൻ പ്രതിഷേധമുയർത്തുകയും കേസ് CBIക്ക് കൈമാറുകയും ചെയ്തു. കേസിന്റെ തുടക്കം മുതൽ അമ്മയുടെയും രണ്ടാനച്ഛന്റെയും പങ്ക് വ്യക്തമായിരുന്നു. പ്രതികൾക്ക് പെൺകുട്ടികളെ പീഡിപ്പിക്കാനുള്ള അവസരമുണ്ടാക്കി. പീഡനം കണ്ടില്ലെന്ന് നടിച്ചു. പ്രതിക്കൊപ്പം ഉറങ്ങി. കോടതിയിൽ ഉൾപ്പെടെ മൊഴി മാറ്റി എന്നിങ്ങനെ അമ്മയ്ക്കെതിരായ ആരോപണം ശക്തമായിരുന്നു. ഇതുതന്നെയാണ് പ്രതികൾ രക്ഷപ്പെടാൻ ഇടയാക്കിയതും. ഈ കേസിന്റെ നാൾ വഴികൾ ഇങ്ങനെയാണ്. ആദ്യം കുട്ടി തൂങ്ങി മരിച്ചു. മാതാപിതാക്കൾക്ക് ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല. റേപ്പിനുള്ള സാധ്യതകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും കേസന്വേഷണം വേണ്ട വിധത്തിൽ നടന്നില്ല. അതിലെ സാക്ഷിയായ രണ്ടാമത്തെ കുട്ടി 49ാമത്തെ ദിവസം ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തതായി കാണുന്നു. നാട്ടുകാർ ഇടപെട്ടു. അപ്പോഴാണ് ഈ വിവരം പുറം ലോകം അറിയുന്നത്. അന്വേഷണം 52ാം ദിവസം സോജൻ എന്ന DYSP ഏറ്റെടുത്തു. TP ചന്ദ്രശേഖരൻ വധക്കേസും കതിരൂർ മനോജിന്റെ കേസും ദിലീപിനെ അറസ്റ്റ് ചെയ്തതും ജിഷ കേസിലെയും പ്രതിയെ അറസ്റ്റ് ചെയ്ത ടീമിലെ പ്രധാന ആണ് DYSP സോജൻ. ഒറ്റ ദിവസത്തിനുള്ളിൽ പ്രധാനപ്പെട്ട 4 പ്രതികളെ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ കുട്ടി മരിച്ച സീനിൽ പോയി ആത്മഹത്യ ചെയ്തു തന്നെയാണോ എന്ന് ഉറപ്പിക്കണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. എഴുതിയ ഡോക്ടർ തന്നെ സംഭവസ്ഥലത്തെത്തി സ്ഥിരീകരിച്ചു. ചാർജ് ഷീറ്റ് കോടതിയിൽ സമയബന്ധിതമായി സമർപ്പിച്ചു. പ്രതികളുടെ ജാമ്യം തള്ളി. അപ്പീലിലും ജാമ്യം തള്ളി. ചാർജ് ഷീറ്റ് കൊടുക്കും വരെ പ്രതികൾ ജയിലിൽ. എന്നാൽ പ്രോസിക്യൂട്ടർ എതിർക്കാത്തതിനെ തുടർന്ന് കീഴ്ക്കോടതി ജാമ്യം അനുവദിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ഹൈക്കോടതിയിൽ അപ്പീൽ പോയി ജാമ്യം റദ്ദാക്കി. പ്രതികളെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു കൊണ്ടുവന്നു. വീണ്ടും ജയിലിലാക്കി. ജാമ്യം കൊടുത്തതിന് ജഡ്ജിക്കുള്ള പരോക്ഷ വിമർശനവും ഹൈക്കോടതിയിൽ നിന്ന് വന്നു. ഒരു പ്രതി കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിനെപ്പറ്റി ആ അമ്മ നേരിട്ട് കണ്ടു. മറ്റൊരിക്കൽ അച്ഛനും. ക്രൂരമായ കൃത്യം കണ്ട ആ അമ്മ മിണ്ടിയോ ഇല്ല. അയാളെ വിലക്കിയോ ആ പോലീസിൽ പരാതിപ്പെടുകയോ ചെയ്തില്ല. അതെന്താണ് അതിൻ്റെ കാരണം? ആ കാരണങ്ങൾക്കാണ് ഇപ്പോൾ ഉത്തരം ലഭിച്ചിരിക്കുന്നത്. വയനാട് DCC ട്രഷറർ MM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യാ കേസിൽ പരാതിക്കാർക്ക് പണം കൊടുത്ത് കേസൊതുക്കാൻ നീക്കമെന്ന് CPIM. മരണത്തിന്റെ ഉത്തരവാദികൾ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നാണ് CPM ആരോപിക്കുന്നത്. അതിന്റെ വിശദ റിപ്പോർട്ടുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിലിച്ചേരുന്നു. വയനാട് DCC ട്രഷറർ MM വിജയന്റെയും മകൻ ജിജേഷിന്റെയും ആത്മഹത്യാ കേസിൽ പരാതിക്കാർക്ക് പണം നൽകി ഒതുക്കി തീർക്കാൻ ശ്രമമെന്നാണ് ഇപ്പോൾ CPM ആരോപിക്കുന്നത്. AC ബാലകൃഷ്ണൻ MLA രാജിവെക്കും വരെ പ്രക്ഷോഭം തുടരും. മരണത്തിന്റെ ഉത്തരവാദികൾ കോൺഗ്രസ് നേതാക്കളാണ്. ND അപ്പച്ചനെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നേതൃത്വം നടപടിയെടുക്കുമെന്നും CPM ജില്ലാ സെക്രട്ടറി A റഫീഖ് പറഞ്ഞു. അതേസമയം MM വിജയന്റെ ആത്മഹത്യയിൽ പ്രതി ചേർത്തതോടെ കോൺഗ്രസ് നേതാക്കൾ ഒളിവിലാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഇന്നലെ ഉച്ച മുതൽ നേതാക്കളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. പ്രതി ചേർത്തതിന് പിന്നാലെ സുൽത്താൻ ബത്തേരി MLA AC ബാലകൃഷ്ണൻ, വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, K ഗോപിനാഥൻ എന്നിവരുടെ ഫോണുകളാണ് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. നന്ദി ബിലു. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിക്കുന്നു. വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം.